സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമന്നാരായണീയത്തിൽ കർദം പ്രജാപതി ദേവഹൂതിയെ വിവാഹം കഴിച്ച് വളരെ ഭക്തി ശ്രദ്ധയോട് കൂടിയിട്ട് തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചു. ദേവഹൂതി എന്ന് പറഞ്ഞു. വളരെയധികം ഭർത്തൃ ശുശ്രൂഷ കൊണ്ട് ഭർത്താവിനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ആ ദേവഹൂതി തൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. അത്തരത്തിലുള്ള പ്രാപഞ്ചിക വാസനകളൊന്നും ഇല്ലെങ്കിലും ആ കർദമ പ്രജാപതിയെ തൻ്റെ ശുശ്രൂഷയാൽ ദേവഹൂതി ആകർഷിച്ചു. അങ്ങനെ 9 പുത്രിമാരുണ്ടായി എന്നതിനെ അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു. സ പുനർത്തദുപാസന പ്രഭാവാത് ദൈകാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ ബഹര ദേവപഥേഷു ദേവഹൂത്യ. സ ആ കർദമൻ ആകട്ടെ തദുപാസന പ്രഭാവാത് എല്ലാറ്റിനും കാരണം അങ്ങയുടെ ഉപാസനാശക്തി, അങ്ങയെ ഉപാസിച്ചതിൻ്റെ ശക്തി കൊണ്ട് പിന്നീട് ആ പത്നിയായിരിക്കുന്ന ദേവഹൂതിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിർമ്മിച്ചതായ ഒരു വിമാനത്തിൽ കയറി എന്ന് പറയാണ്. പ്രിയയുടെ ഇഷ്ടത്തിനനുസരിച്ച വിമാനം എന്ന് പറയാൻ എന്താ കാരണം? ശ്രീമദ് ഭാഗവത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും. 10 വർഷത്തോളം ഈ ദേവഹൂതിക്ക് എന്തെങ്കിലും വേണോ എന്ന് കർദമ പ്രജാപതി അന്വേഷിച്ചില്ല. അപ്പം ആദ്യം തന്നെ ഞാൻ ജീവിതത്തിലേക്ക് ഇറങ്ങി വരില്ല എന്നും കുറേ കഴിയുമ്പോൾ വിട്ടു പോവുമെന്നും ഇളക്കാലത്ത് മാത്രമായിരിക്കും ഒരു ലൗകികനെ പോലെ കഴിയുക എന്ന് കർദമ പ്രജാപതി പറഞ്ഞിട്ടുണ്ട്. അത് സമ്മതിച്ചിട്ട് തന്നെയാണ് ദേവഹൂതി വിവാഹവും സമ്മതിച്ചത്. വിവാഹത്തിന് ജീവിതകാലം മുഴുവൻ ഒരു ദുഷ്ടൻ്റെ കൂടെ കഴിഞ്ഞു എന്നുള്ളതിൽ എന്താണ് സംതൃപ്തി? മറിച്ച് നല്ലൊരാളുടെ കൂടെ കുറച്ചേ ഉള്ളൂങ്കിലും അത് നല്ല ഓർമ്മകൾ നമുക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല വിഷയം, പക്ഷേ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. അപ്പം അത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചേ ഇങ്ങനെ ശുശ്രൂഷിച്ച് യാതൊന്നും ലൗകിക ഭാവമില്ലാതെ സ്ഥിതി ചെയ്തപ്പോൾ കർദമന് സ്വയം തന്നെ തോന്നി, താൻ ചെയ്യണത് ശരിയാണോ? തന്നെ ഇത്ര ഭക്തിവിശ്വാസത്തോടു കൂടി ശുശ്രൂഷിച്ചതായ ദേവഹൂതിക്ക് എന്തെങ്കിലും തന്നിൽ നിന്ന് വേണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടത് തൻ്റെ കടമയല്ലേ എന്ന്. അപ്പോൾ എന്താണ് വേണ്ടതെങ്കിൽ ചോദിച്ചാൽ ഞാൻ സാധിപ്പിച്ചു തരാം. ഒരു താടിക്കാരൻ്റെ തപസ്സയെ കൊണ്ട് എന്ത് ചെയ്യും എന്ന് നീ കരുതണ്ട. ലൗകിക ശക്തിയേക്കാൾ ഈ ലോകത്തിൽ വലുതാണ് എന്ത്? തപശക്തി. അതുകൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. എന്ത് വേണമെങ്കിലും നിനക്ക് ചോദിക്കാം, എന്ത് വേണമെങ്കിലും. അപ്പോഴാണ് ദേവഹൂതി പറഞ്ഞത്, നമുക്ക് കഴിഞ്ഞുകൂടാനൊരു ഗൃഹം, ഈ പർണശാല മാത്രം മതിയോ? മാത്രമല്ല നമുക്കൊരു ഉണ്ണി ഉണ്ടാവണം. ഉണ്ണിക്ക് വളരണമെങ്കിലോ കുറച്ചും കൂടി സുരക്ഷിതമായിട്ടുള്ളൊരു വീട് വേണ്ടേ? കാടും പർണശാലയൊക്കെ ആണെങ്കിൽ വല്ല പുലിയോ ചെന്നായോ കുട്ടിയെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് വളർത്തുന്ന ആ സമയത്ത്. അതുകൊണ്ട് എന്തുണ്ടാവണം? ഒരു നല്ലൊരു ഗൃഹം നമുക്ക് വേണം. ഈ 2 കാര്യമേ ചോദിച്ചുള്ളൂ. അപ്പോഴാണ് വലിയൊരു വിമാനം കർദമ പ്രജാപതി തൻ്റെ തപശക്തി കൊണ്ട് അവിടെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു. ഒറ്റ സങ്കല്പം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അതാ ഗൃഹം എന്നൊന്നും പറഞ്ഞാൽ പോരെ, എത്രയോ നിലകൾ ഉള്ള ഒരു വിമാനം. ഒരുപാട് നിലകളുള്ള വിമാനമൊന്നും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു നിലയുള്ള തന്നെ ഉള്ളൂ അല്ലേ? അതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തേക്കാളും പുരോഗതി പ്രാപിച്ചിരുന്നു പണ്ടത്തെ വ്യോമയാന ശാസ്ത്രം എന്ന് വേണം കരുതാൻ. എത്രയോ നിലകളുള്ളതാണ്. നിലകളോളം
കൂടിയ ഒരു ഡബിൾ ഡെക്കറും ട്രിപ്പിൾ ഡെക്കറും ഒന്നുമല്ല, അതിലും കൂടുതൽ നിലകളുണ്ട്. അത്തരം വലിയ ബസ്സുണ്ട് കട്ടിച്ച് ഡബിൾ ഡെക്കർ, അതൊന്നുമല്ല, അത്തരത്തിലുള്ളൊരു വിമാനം. ഇത് പോരേ ദേവഹൂതി എന്ന് ഒറ്റ ചൂണ്ടൽ, അതാ പോരേന്ന് ചോദിച്ചു. ഇനി അതിലും മീതെ എന്തുണ്ടാവാനാ? അതിൽ കളിക്കാനുള്ള സ്ഥലം, കുളിക്കാനുള്ള സ്ഥലം, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം, പോയിട്ടാണ്ടിരിക്കുകയേ വേണ്ടു. എയർ ഹോസ്റ്റസ്മാർ വന്നിട്ട് ഭക്ഷണമാണ് വിളമ്പും. തറ സുഖമാണ്. എന്ത് വിഭവം വേണോ മനസ്സിലാണ്ട് കരുതിയൊക്കെ അവിടെ ഉണ്ടാവും. അനവധി ഏക്കർ കണക്കിന് സ്ഥലം വരുന്നതാണ്. വലിയൊരു വിമാനമാണ്. നിലകളായിട്ട് മേപ്പെട്ടുണ്ട്. ആകാശത്ത് കൂടെ പറക്കുന്നത് കൊണ്ട് വിമാനം ശരിക്കും കപ്പലിനെ പോലെ ഉള്ള വലിപ്പമുണ്ട്. വലിപ്പം കൊണ്ട് കപ്പൽ എന്ന് പറയാം, സഞ്ചാരം കൊണ്ട് വിമാനം ആണ് താനും. ആ മാതിരിയുള്ളൊരു വിമാനമാണ്. അനവധി വർഷങ്ങൾ ഇപ്രകാരം ചെലവാക്കി. ശതവർഷമത വ്യതീത്യ സോയം, ശതവർഷം വ്യതീത്യ, നൂറുകണക്കിന് വർഷങ്ങൾ ഈ വിമാനത്തിൽ സഞ്ചരിച്ചു. വ്യതീത്യ ചെലവാക്കിയിട്ട്. നവകന്യ സമവാപ്യ ധന്യരൂപ, 9 കന്യമാരെ നേടി. എങ്ങനത്തെ കന്യമാരെ? ധന്യരൂപാഹ, മനോഹരമായ സുന്ദരികളായ കന്യകമാരാണ്. ധന്യ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ശ്രേഷ്ഠം. സ്ത്രീകൾക്ക് ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ ഒന്നാമത് സൗന്ദര്യം, പിന്നെ സ്വഭാവം ഒക്കെയാണല്ലോ. അതുകൊണ്ട് ധന്യരൂപാഹ, ധന്യരൂപ നവകന്യ സമവാപ്യ, മനോഹരമായ അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള സ്വരൂപവും സ്വഭാവവും, രണ്ടും സ്വരൂപവും സ്വഭാവവുമുള്ള, അതാണ് ധന്യരൂപാഹ നവകന്യാഹ, 9 കന്യമാരെ സമവാപ്യ കിട്ടിയിട്ട്. വിമാനത്തിൽ കയറി 2 കൂട്ടരും, കർദമനും തൻ്റെ പത്നിയും വളരെയേറെ വർഷം ഇങ്ങനെ സഞ്ചരിച്ചു. ആകാശത്തിൽ കൂടിയാണ് സഞ്ചാരം. ഇടയ്ക്ക് ഭൂമിയെ ഒരു ഗോളമായിട്ടിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ് ആകാശത്ത്. നമ്മൾ പുറപ്പെട്ടു പോകുന്ന ഭൂമിയാണ് ദേവഹൂതി ആ കാണുന്നത്, ഒരു ഗോളമായിട്ടിങ്ങനെ കാണുക. അപ്പോൾ ആകാശത്ത് പറക്കുമ്പോൾ ഭൂമി താഴെയല്ലേ കാണേണ്ടത്? അങ്ങനെയല്ല. ഈ മേലെ താഴെ എന്ന് പറയുന്നത് ശരിക്കില്ല എന്നാണ്. ഒക്കെ നമ്മുടെ സങ്കല്പമാണ്. ഇപ്പം നമ്മൾ തലയുടെ മുകളിലുള്ളത് മുകളിലെന്ന് പറയണു. ആകാശത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മുകളിലാവും. ഇത്രേ എന്തൊരത്ഭുതം അത്! കാരണം നമ്മുടെ തല കീഴ്പ്പെട്ടാവും. അപ്പോൾ തലയുടെ മുകളിലുള്ളതാണോ മുകളിൽ? തലയുടെ മുകളിൽ എന്ന് പറയാനും വയ്യ, തലയുടെ അതേ ഡയറക്ഷനിലുള്ളത് മുകളിൽ എന്നേ പറയാവൂ. അപ്പം നമ്മൾ ആകാശത്ത് തല കുത്തിയിട്ടാണ് നിൽക്കണമെങ്കിൽ ആ തലയുടെ ഭാഗത്തുള്ളത് മുകളിലായിട്ടാണ് കാണുക. അവിടെ താഴെ ഭൂമി താഴെ മുകളിൽ എന്നില്ല. ശരിക്ക് ആകാശത്ത് നിന്ന് നോക്കിയാൽ ഭൂമി മുകളിലായിട്ടാണ് തോന്നുക. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ മുകളിലായിട്ട് തോന്നുന്നു. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഭൂമി മുകളിലായിട്ടാണ് തോന്നുക. അപ്പോൾ പ്രപഞ്ചത്തിലത്തെ അത്ഭുതങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് ആലോചിച്ചാൽ എല്ലാം ആപേക്ഷികമാണ്. മുകളിൽ താഴെ എന്ന് പറയുന്നത് തന്നെ ആപേക്ഷികമാണ്. അപ്പോൾ ഭൂമിയെ ഒരു ഗോളമായിട്ടിങ്ങനെ കാണിച്ചു കൊടുക്കും. നമ്മൾ പോകുന്ന ഭൂമി കണ്ടോ ദേവഹൂതി? പ്രേക്ഷയിത്താവോ ഗോളം. അപ്പോൾ ഭൂമി ഗോളമാണെന്ന് പണ്ട് തന്നെ ഇന്ത്യക്കാർക്കും ഭാരതീയർക്കും അറിയാമായിരുന്നു എന്ന് വരുന്നു. പ്രേക്ഷയിത്വാഭുവോ ഗോളം എന്ന് ഭാഗവത്തിലുണ്ട്. മാർക്ക് കിട്ടണം വെച്ചാൽ കോപ്പർനിക്കസ്, ഗലീലിയോ അതെന്നൊക്കെ എഴുതണം. അബദ്ധാണത്തെ അത് എഴുതിയാലല്ലേ മാർക്ക് കിട്ടുള്ളൂ. കാരണം അങ്ങനെ പഠിപ്പിക്കണം. ഭാരതീയരൊന്നും പോരാ, ശാസ്ത്രമൊന്നും അവർക്കറിയില്ല, ശാസ്ത്രമൊക്കെ പാശ്ചാത്യരൊക്കെ അറിയുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണതേ. അപ്പോൾ ഭൂമി ഗോളമാണോ എന്ന് ഭാരതീയർക്ക് പണ്ടേ അറിയാമായിരുന്നു. ആ ഗോളത്തെ എങ്ങനെ കാണിച്ചു കൊടുത്തു? ഹിതകൃത് ജനനോത്സുകോ നിവാസീത്. അവസാനം കർദമ പ്രജാപതിക്ക് പ്രപഞ്ചം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകണം എന്നുണ്ട്. കുറച്ചു കാലം മക്കളാവണ വരേക്ക് മാത്രമേ ഇത്രേ ഭർത്താവ് നിൽക്കണ്ടൂ എന്നാണ്. പിന്നെ മക്കളെ ഏറ്റെടുക്കും അമ്മയുടെ രക്ഷാകർതൃത്വം. പണ്ട് അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് ഈ ലോകത്ത് തന്നെ ജീവിക്കുക, ആ ഒരൊറ്റ ആശമായിട്ട് അങ്ങനെ കഴിയുക, അങ്ങനെയില്ല. അതാണ് വാനപ്രസ്ഥം, സന്യാസം. ജീവിതത്തിൽ 2 ഘട്ടങ്ങൾ ഇപ്പം ഇല്ല തന്നെ, പോയി അത് കട്ടാക്കിയിരിക്കണു നമ്മൾ. ബ്രഹ്മചര്യവും ഗൃഹസ്ഥ്യവും മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഘട്ടം പോയി. കുറേ കഴിയുമ്പോൾ ഇവിടുന്നൊക്കെ വിട്ട്
ഒറ്റയ്ക്കായിട്ട് ഈശ്വരോപാസന ചെയ്തിട്ട് നമ്മൾ ഒറ്റയ്ക്കാണോ വന്നത്? അത് നേരത്തെ തന്നെ മനസ്സിനെ തയ്യാറാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളെന്തേ ചെയ്യാൻ പറ്റും? മനസ്സുകൊണ്ട് അങ്ങനെ ആവുക. പോവാനൊക്കെ തയ്യാറായിട്ട് ഇരുന്നോളുക. ഒരു ഘട്ടമൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ ഒന്നിനോടും ആരോടും അറ്റാച്ച്മെൻറ്റ് വേണ്ട, പ്രപഞ്ചത്തിൽ നിന്ന് വിട്ട് നിൽക്കുക. പക്ഷെ നമ്മുടെ ഈ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ നേരെ തിരിച്ചാ. ആലോചിച്ച് നോക്കിയാൽ 50-ാം പിറന്നാൾ കഴിഞ്ഞാൽ പിന്നെ പിറന്നാൾ കഴിക്കണ്ടെന്നാണ് പണ്ടൊക്കെ. 60 അല്ല 50. 50 എന്ന് പറഞ്ഞാൽ പകുതിയാണ്. 60-ാം പിറന്നാളിന് പ്രാധാന്യമൊന്നുമില്ല. 50-ാം പിറന്നാൾ പകുതി എന്നുള്ള പ്രാധാന്യം വെച്ച് പിന്നെ പിറന്നാളൊന്നും കഴിക്കണ്ടെന്നാണ്. ഇപ്പം 60-ഉം 70-ഉം 84-ഉം ഗംഭീരമായി ആഘോഷിച്ചു എന്നാണ്. അങ്ങോട്ട് പോകുന്തോറും ആഘോഷം കൂടുക. പണ്ടത്തെ തിയറിയിൽ നിന്ന് നേരെ തിരിച്ച്. പിന്നെ അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ആഘോഷവും ജനസമ്പർക്കവും ഒക്കെ ഒന്ന് കുറയ്ക്കുക. കാരണം ഇതിന്ന് നമ്മൾ വിട്ടു പോവുകയാണ്. അതാണ് വാനപ്രസ്ഥം തന്നെ. അപ്പം അതില്ലാണ്ടായിരിക്കണു ഇന്ന്. ഇപ്പം കർദമൻ ഇതെല്ലാം ത്യജിച്ച് പോണതിൻ്റെ മുമ്പേ ഒരു കാര്യം ദേവഭൂതി പറയണമെന്ന്. അതാ അങ്ങ് പോയാൽ ഈ 9 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സഹായത്തിന് ആരാണ്? ഒരു പുത്രൻ കൂടി ഉണ്ടാവണം. എന്നിട്ട് അങ്ങ് പൊക്കോളൂ. ഞാൻ വാക്ക് തന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ സമ്മതിച്ചിട്ടാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ള വാക്യം കർദമ പ്രജാപതി ഓർത്തു. ഒരു പുത്രൻ ഉണ്ടാവുമെന്നും അത് ഭഗവാൻ തന്നെ ആവും, ഭഗവാന്റെ അവതാരമാവുമെന്നും. അങ്ങനെ ഹിതകൃത് ജനനോത്സുകോ, ഗുരുവായൂരപ്പ അങ്ങയുടെ ജനനം, അങ്ങയുടെ അവതാരം എന്ന് പറയുന്ന ശരി, അവതാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ശേഷം കുറച്ച് കാലം കൂടി ദേവഭൂതിയുടെ കൂടെ കർദമൻ സ്ഥിതി ചെയ്തു. എന്നിട്ട് മാത്രമേ പോയുള്ളൂ. കപിലാവതാരത്തിന് ശേഷം മാത്രമേ പോവുകയുണ്ടായുള്ളൂ. വനയാന സമുദ്യതോപി, വനയാനം കാട്ടിലേക്കുള്ള പോക്ക്, ഉദ്യതോപി ഒരുക്കം, അതിനുള്ള ഒരുക്കത്തോടു കൂടിയാണെങ്കിലും കാന്താഹിതകൃത്, തൻ്റെ കാന്തയായിരിക്കുന്ന ദേവഗതിയുടെ ഹിതം ചെയ്യാനായിക്കൊണ്ട് അവൾ പറഞ്ഞ കാര്യം എന്താണ്? ഒരു പുത്രൻ കൂടി ഉണ്ടാവണം വരെ നിൽക്കണം. അതിനെ സാധിപ്പിക്കാനായിക്കൊണ്ട് കാന്താഹിതകൃത്തൻ ആയിക്കൊണ്ട്, കാന്തയുടെ ഇഷ്ടത്തെ ചെയ്യാനായിക്കൊണ്ട് ജനനോത്സുകോ, അങ്ങയുടെ ജനനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഉത്സുകോ ജനനത്തെ വളരെയേറെ പ്രതീക്ഷിച്ചും കൊണ്ട്, ഔത്സുക്യത്തോടു കൂടി പ്രതീക്ഷിക്കുക. അതാണ് ജനനോത്സുകോ. ഭഗവാന്റെ അവതാരത്തിന് പ്രധാനപ്പെട്ടൊരു സംഭവമായതുകൊണ്ട് വളരെ ഭാഗ്യമായിട്ടുള്ള ഒരാളാണ് ഈശ്വരൻ പുത്രനായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ. ജനനോത്സുകോ ന്യവാത്സീത്, അവിടെ തന്നെ ഗൃഹത്തിൽ താമസിച്ചു. പെട്ടെന്ന് അങ്ങോട്ട് പ്രവ്രാജനം ചെയ്യാൻ പോവാൻ പുറപ്പെട്ടില്ല. ശതവർഷമത വ്യതീത്യ സ്വയം, അത് സ്വയം ശതവർഷം വ്യതീത്യ, 100 വർഷം ചിലവാക്കി. ഗൃഹസ്ഥാശ്രമത്തിൽ ആ വിമാനത്തിൽ അങ്ങനെ കറങ്ങൽ 100 കൊല്ലം ഉണ്ടായി എന്നാണ്. വിമാനത്തിൽ കറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിൽ കറങ്ങലാവാം അല്ലേ? 100 കൊല്ലം എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾ, ചെറിയ സമയം പോലെ പോവും. ഇത്ര കൊല്ലം പോവുക. നമ്മുടെ ആയുസ് ഗൃഹസ്ഥാശ്രമത്തിൽ കറങ്ങി പോണത് അറിയണില്ല നമ്മളെ. അതിൽ പെട്ടാൽ പിന്നെ കറക്കം തന്നെയാണല്ലോ. വന്നു ഓണം കഴിഞ്ഞു, വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിര എന്നും അല്ലേ, ഉണ്ണിയുണ്ടായി ഏൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കാണാവൂ ഞാനെന്നും. കറങ്ങൽ കുറച്ചൊന്നുമല്ല. കറങ്ങി 100 വർഷമൊക്കെ ഇതാ പറയുമ്പോഴേക്കും പോവും എന്നും കൂടി ഇതിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. ശതവർഷം വ്യതീത്യ, 100 വർഷം ചിലവാക്കിയിട്ട് 9 പുത്രിമാരെ കിട്ടി. നവകന്യാസമവാപ്യ, 9 കന്യമാരെ അവാപ്യ കിട്ടിയിട്ട് വനയാന സമുദ്യതോപി, ഇത് കാട്ടിലേക്ക് പോകാൻ വേണ്ടി ഉദ്യതനായിക്കൊണ്ട് ആരംഭിച്ചപ്പോൾ, അതിന് ഔത്സുക്യം പ്രകടിപ്പിച്ചപ്പോൾ കാന്താഹിതകൃത്, കാന്തയായിരിക്കുന്ന ദേവഹൂതിയുടെ ആഗ്രഹപ്രകാരം അങ്ങയുടെ ജനനത്തെ കാത്തു. പോവാൻ ഒന്നങ്ങനെ അമാന്തിച്ചു. കാന്താഹിതകൃത്, കാന്തയുടെ ഹിതത്തെ ആഗ്രഹിച്ചിട്ട് ജനനോത്സുകന്യവാസി, അങ്ങയുടെ ജനനത്തിൽ തൽപരനായിട്ട് കുറച്ച് കാലം കൂടി വീട്ടിൽ വസിച്ചു. സുമാർ 1 വർഷമോ ചെറിയൊരു കാലയളവും കൂടി അവിടെ വസിച്ചു എന്നാണ്. എന്നിട്ടോ നിജഭർത്തൃഗിരാ ഭവൻ നിഷേവ നിരതായ മതദേവ
ദേവകൂത്യം കപിലത്തമജായഥാ ജനാനാം പ്രതൈഷ്യൻ പരമാത്മതത്വവിദ്യാം. ഹേ ദേവ അഥ നിജഭർതൃഗിര, ഭർത്താവിൻ്റെ ഉപദേശത്തിന് അനുസരിച്ച് ഇന്ദ്രവരിയുടെ ഭജനത്തിൽ തന്നെ മുഴുകിയിരുന്ന ദേവഹൂതിയിൽ, താവ് പറഞ്ഞതൊക്കെ തന്നെ അക്ഷരം പ്രതി അനുസരിക്കുന്നവളാണ് ദേവഹൂതി. അതുകൊണ്ട് സദാ ഈശ്വരം ശ്രദ്ധയാ ചൈശ്വരം ഭജ. ഭാഗവത്തിൽ അതാണ്, ശ്രദ്ധയാ ച ഈശ്വരം ഭജ. പ്രത്യേകിച്ചും ഒരു കുട്ടി ജനിക്കാൻ പോകുമ്പോൾ ആ ഗർഭിണികൾ ഈശ്വര സേവയിൽ മുഴുകുമ്പോൾ ആ ജനിക്കാൻ പോകുന്ന കുട്ടിയിൽ ഈശ്വര ചിന്ത ഉണ്ടാവും. ഇവിടെ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഭഗവാൻ തന്നെയാണ് ജനിക്കാൻ പോണത്. എങ്കിലും സാധാരണ ധർമ്മപ്രകാരം ഗർഭിണികൾ ഈശ്വരചിന്തയിൽ ഇരിക്കണം എന്നാണ്. പക്ഷെ മനസ്സിന് ദുഃഖമോ ടെൻഷനോ ഒന്നും ആ സമയത്ത് ഉണ്ടാവരുത്. അപ്പം അതുകൊണ്ട് നിജഭർതൃഗിര, തൻ്റെ ഭർത്താവിൻ്റെ വാക്ക് അനുസരിച്ച് ഭവം നിഷേവ നിരതായാം. ഗുരുവായൂരപ്പ ഭവൻ അവിടുത്തെ നിഷേവ സേവയിൽ തന്നെ മുഴുകിയതായ ആ ദേവഹൂതിയിൽ കപിലത്തമജായത, കപിലവാസുദേവനായിട്ട് അങ്ങ് അവതരിച്ചു. കപിലത്തമജായത ജനാനാം പരമാത്മതത്വവിദ്യാം പ്രദൈഷ്യൻ. എങ്ങനെ ജനിച്ചു? ജനങ്ങൾക്ക് നല്ല ഒരു ഉപദേശ സംഹിത ഈ ലോകത്തിൽ സ്ഥാപിക്കാനായിക്കൊണ്ട് എന്നർത്ഥം. ഉദ്ധവോപദേശമാണെങ്കിലും അർജുൻ്റെ ഗീതാപദേശമാണെങ്കിലും ഒന്നും ഒരു അർജുനനോ ഉദ്ധവനോ വേണ്ടി മാത്രമല്ല, ആണോ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതേപോലെ നല്ലൊരു ഉപദേശമാണ് കപിലോപദേശം. അടുത്ത ദശകം അതാണ്. 6 അധ്യായത്തിലാണ് ഭാഗവതത്തിൽ പറഞ്ഞത്. ഇതിലൊരൊറ്റ ദശകത്തിൽ 10 ശ്ലോകത്തിൽ ചുരുക്കി മേപ്പത്തൂര്. ആ ചുരുക്കേണ്ട ഒരു കഴിവുണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ വളരെ വിശേഷമാണ്. കാര്യം വിടോധം ഇങ്ങോട്ട് സംഗ്രഹിക്കുക, ഏറ്റവും ചെറുതാക്കുക. അപ്പം അതാണ് ഇനി അടുത്ത ദശകത്തിൽ. അപ്പം ആ ഉപദേശം ലോകത്തിൽ സ്ഥാപിക്കാനായിക്കൊണ്ട് പ്രദൈഷ്യൻ പരമാത്മതത്വവിദ്യാം, അമ്മയ്ക്ക് ഉപദേശിച്ചതിൽ കൂടി ലോകത്തിൽ തന്നെ കപിലോപദേശം എന്ന ഒരു മഹാസംഹിത സർവേശ്വര ഗുരുവായൂരപ്പ അങ്ങ് സ്ഥാപിച്ചല്ലോ. നിജഭർതൃഗിര, അങ്ങേ ഭർത്താവിൻ്റെ ഉപദേശം കേട്ട ഭവം നിഷേവ നിരതായാം, അങ്ങയുടെ സേവയിൽ മുഴുകിയതായ ദേവഹൂതിയിൽ, ഹേ ദേവ ദേവഹൂത്യാം, ദേവഹൂതിയിൽ കപിലത്വമജായത, കപിലനായിക്കൊണ്ട് അങ്ങ് ജനിച്ചു. അജായത ജനിച്ചു. എന്തിനായിക്കൊണ്ട്? ജനാനാം പരമാത്മതത്വവിദ്യാം പ്രദൈഷ്യൻ, ജനങ്ങൾക്ക് ഒരു ആത്മതത്വം ഈ ലോകത്തിൽ എന്നേക്കുമായി സ്ഥാപിക്കാനായിക്കൊണ്ട് കപിലസ്ത്വമജായത, കപിലവാസുദേവനായി ജനിച്ചു എന്ന് താല്പര്യം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.